പഠിക്കുന്ന സമയത്ത് ഞാൻ കണ്ടിനെ. അപ്പൊ ഞാൻ ഇങ്ങനെ വെക്കുന്നൊക്കെ എന്ത് എവിടെയെങ്കിലും ഇന്റർവ്യൂ ഉണ്ടപ്പാ, ഞാൻ ഇങ്ങനെ മറ്റേ മക്കളോടെല്ലാം ചോദിക്കുന്നവൾ ഇങ്ങനെ പഠിക്കുന്ന കാണുന്നുണ്ടല്ലോ. ഇവയിൽ ഇന്റർവ്യൂ കഴിഞ്ഞ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിട്ടാ, സർപ്രൈസ് ആയിട്ട്. അങ്ങനെ അവള് കിട്ടിയെന്ന് പറയുമ്പോ ഹോസ്പിറ്റലാണ് ഉണ്ടായിരുന്നു. അപ്പൊ ഹോസ്പിറ്റലിന്റെ സമയത്ത് നല്ല സീരിയസ് ഉണ്ടായിരുന്നു. അത്ര അറിഞ്ഞിട്ടാ നല്ല സന്തോഷമായി. പഠിക്കുന്ന സമയത്തെല്ലാം ഞാൻ അവളെ കണ്ടില്ല, ഉറങ്ങലില്ല, അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ട് പഠിച്ചിട്ടുണ്ടാവുള്ളൂ. മക്കൾക്ക് അത് ഇഷ്ടമുണ്ടെങ്കിൽ അതിലേക്ക് തന്നെ പഠിക്കല്, അത് പഠിക്കാൻ നമ്മൾ അതിനുള്ള പ്രോത്സാഹനം കൊടുക്കല്. എന്റെ പേര് ഫാത്തിമ, സ്ഥലം കാസർഗോഡ്. ഓക്കെ, ആയിഷ ഇപ്പോ ഇവയില് പ്ലേസ്ഡ് ആയി. ഫസ്റ്റ് ടൈം ഉമ്മാനോട് വന്നിട്ട് ഇങ്ങനെ ഞാൻ ഇവയിൽ പ്ലേസ്ഡ് ആയി എന്ന് പറഞ്ഞ സമയത്ത് എന്താണ് മക ഫീൽ ചെയ്തത്? ഭയങ്കര സന്തോഷായി. അത്ര ഓള് ഇവയിൽ ഇന്റർവ്യൂ കഴിഞ്ഞ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിട്ടാ, സർപ്രൈസ് ആയിട്ട്. അപ്പൊ അത് കേട്ടിട്ടാവും നല്ല. ഞാൻ വിചാരിച്ചു എപ്പോ ഇന്റർവ്യൂ കഴിഞ്ഞത്, നമ്മളോട് പറഞ്ഞിട്ടേ ഇല്ല. അപ്പൊ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അപ്പൊ ആ സമയത്ത് പഠിക്കുന്ന സമയത്ത് ഞാൻ കണ്ടിനെ. അപ്പൊ ഞാൻ ഇങ്ങനെ വെക്കുന്നൊക്കെ എന്ത് എവിടെയെങ്കിലും ഇന്റർവ്യൂ ഉണ്ടപ്പാ, ഞാൻ ഇങ്ങനെ മറ്റേ മക്കളോടെല്ലാം ചോദിക്കുന്നവൾ ഇങ്ങനെ പഠിക്കുന്ന കാണുന്നുണ്ടല്ലോ. അപ്പൊ ഇത് ഇന്റർവ്യൂ കഴിഞ്ഞിട്ടായിട്ട് ഓള് എന്റെ മൂത്ത മോളോട് പറഞ്ഞു. അപ്പൊ ഓളും എന്നോട് പറഞ്ഞിട്ടാ. അപ്പോൾ പറഞ്ഞു ഞങ്ങക്ക് ഇത് കിട്ടിയെങ്കിൽ മാത്രമേ ഉമ്മാട് ഉപ്പാട് പറയുന്നില്ല, ഞാൻ പറയുന്നില്ല. അപ്പോൾ കിട്ടാതെ ഇങ്ങനെ വിഷമം ആയിപ്പോണ്ട പറഞ്ഞിട്ടുണ്ടായില്ല. അങ്ങനെ നല്ല സന്തോഷായി. പിന്നെ അവളും എപ്പോ ചോദിച്ചുകൊണ്ടിരിക്കും, ഷെഹുമാക്ക് പണി കിട്ടിയ, വല്യമ്മ ഷെഹുമാക്ക് പണി കിട്ടിയ. ഏ സമയത്ത് ഉമ്മാനടുത്ത് പോയെങ്കിലും ചോദിക്കും, ഷെഹുമാക്ക് എന്തായി പണി കിട്ടിയ. ബാത്റൂമിൽ പോയെങ്കിലും നിങ്ങൾ ചോദിക്കും, ഷെഹുമാക്ക് പണി കിട്ടിയ. അങ്ങനെ അവള് കിട്ടിയെന്ന് പറയുമ്പോ ഹോസ്പിറ്റലാണ് ഉണ്ടായിരുന്നു. അപ്പൊ ഹോസ്പിറ്റലിന്റെ സമയത്ത് നല്ല സീരിയസ് ഉണ്ടായിരുന്നു. അത്ര അറിഞ്ഞിട്ടാ നല്ല സന്തോഷായി. കിട്ടി മരിക്കുന്നതിന് മുന്നേ, ഇപ്പൊ മരിക്കുന്നതിന് മുന്നേ ഉമ്മക്ക് അത്ര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് അറിഞ്ഞത് മരിക്കുന്നതിന് മുന്നേ എനിക്ക് ഒരു കിട്ടി നല്ലൊരു. ഉപ്പ എങ്ങനെയായിരുന്നു റിയാക്ട് ചെയ്തത്? ഉപ്പാക്കും നല്ല സന്തോഷമായിരുന്നു. ഉപ്പ നല്ലോണം എന്നെക്കാളും നല്ലോണോളോട് എപ്പോ ചോദിക്കല്, ഇന്റർവ്യൂവിന് നിങ്ങളെ കൊടുത്തിനെ, ബിഗ് ഫോറിൽ കൊടുത്തിനെ, എപ്പോഴോട് ചോദിക്കല്. ഉപ്പാക്കറിയാം. ഉപ്പ എപ്പോഴോട് പറഞ്ഞുകൊണ്ടിരിക്കലുണ്ട്. ബൂസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു. ഫസ്റ്റ് ഈ ACCA എന്ന് പറയുന്ന കോഴ്സിനെ കുറിച്ച് ഉമ്മാക്ക് അറിയായിരുന്നോ? ഫസ്റ്റ് അറിയില്ല, ഓള് പഠിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് അറിഞ്ഞത്. അറിഞ്ഞത്. അപ്പം ഫസ്റ്റ് ഇങ്ങനെ പ്ലസ് ടു കഴിഞ്ഞപ്പോഴേ ഓള് ഇത് പഠിക്കുന്ന പറഞ്ഞിട്ട് അപ്പൊ അറിഞ്ഞത്. ഓക്കെ, ആ സമയത്ത് ഉമ്മയും ഉപ്പയാണെങ്കിലും ഫാമിലി ആണെങ്കിലും ആളുടെ ജേർണിയിൽ എത്രത്തോളം സപ്പോർട്ടീവ് ആയിരുന്നു? എല്ലാത്തിനും സപ്പോർട്ട് തന്നെ, പഠിക്കാനും എന്തിനും സപ്പോർട്ട് തന്നെ. നമ്മള് ദുബൈയിലെല്ലാം ഒറ്റക്ക് നിന്നതല്ലേ. അപ്പൊ പിന്നെ ഇവിടെ പിന്നെ ദുബൈയിലാകുമ്പോ വരാൻ പറ്റിയില്ല, ഇവിടെ പിന്നെ വരാലോ ഇടയ്ക്കിടയ്ക്ക്. ഓക്കെ, അപ്പം ഇങ്ങനെ ഫസ്റ്റ് ദുബായിൽ വർക്ക് ചെയ്ത സമയത്ത് ആ ഒരു ഫസ്റ്റ് സ്റ്റേജ് ഞാൻ ഷെർമനോട് സംസാരിച്ച സമയത്ത് ഷെർമ പറഞ്ഞിട്ട് സ്റ്റാർട്ടിങ്ങിൽ എന്താ കുറച്ച് സ്ട്രഗിൾസ് പറയലുണ്ട്, വിളിച്ചിട്ട് പറയും അങ്ങനെ കഴിയുന്നില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് ഉമ്മ എങ്ങനെയായിരുന്നു അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്? അവളോട് ഞാൻ പറയാം, ഒന്നും സാരമില്ല, കൊറേ പഠിക്കുമല്ലോ, എടുത്തോണ്ടിരിക്കുമ്പോല്ലേ പഠിക്കുന്നത്, ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുമ്പോ പറയും. സപ്പോർട്ടീവ് ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അവള് നല്ല മതിയാക്കിട്ട് വരുന്നല്ലേ പറഞ്ഞോണ്ടായിരുന്നു. അവള് പറഞ്ഞെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഇത് കിട്ടുമല്ലോ എനിക്ക്, ഒരു കൊല്ലം തന്നെങ്കിൽ ഒരു കൊല്ലം എങ്ങനെങ്കിലും നിൽക്കുവായിരുന്നു. ലാൻസിനെ പറ്റി എന്തെങ്കിലും പറയലുണ്ട്. അടുത്ത സാറത് നല്ല സാർ തന്നെ പറയുന്നു. ഉമ്മ സംസാരിച്ചിട്ടുണ്ടായിരുന്നു സാർമാരുടെ അടുത്ത്? ഇല്ല, സംസാരിച്ചിട്ടില്ല. എന്നെക്കാളും ഇതധികം സംസാരിക്കാനല്ലോ ഉപ്പാണോ? ഓക്കെ, ഇങ്ങനെ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം അധികം, ജോലിന്റെ കാര്യമായെങ്കിലും പഠിക്കുന്ന കാര്യമായെങ്കിലും അധികം സംസാരിക്കലും ചോദിക്കലും പറയലും അധികം ഉപ്പ. ഞാൻ ചോദിക്കും, അത്ര എനിക്കത്ര അറിയില്ല ഉപ്പാന്റെ അത്ര. ഉമ്മ അങ്ങനെ എല്ലാരോടും പറയാറുണ്ടായിരുന്നു എന്ന് പറയുന്നതായിട്ട് എനിക്ക് ഇവയിൽ കിട്ടി. എനിക്ക് അത് അല്ലാതെ അറിയോ, അങ്ങനെ അറിയും എനിക്ക് പറഞ്ഞിട്ട്. കുടുംബക്കാരൊക്കെ എന്താ പറഞ്ഞേ? കുടുംബക്കാരെല്ലാം സന്തോഷായി, എല്ലാവർക്കും സന്തോഷായി. ഓക്കെ, ഇപ്പം ഈ വലിയൊരു ആഗ്രഹം ഉണ്ടായത് ഇവയിൽ കിട്ടണം. പിന്നെ അന്നോള് ഫസ്റ്റ് കോളേജിൽ ഇവിടെ ISC ചേരാൻ വരുന്ന പോകുമ്പോൾ ഇവ കാണിച്ചത് ഇവിടെ പിന്നെ പ്ലേറ്റ് ആയിട്ട് നമുക്ക് കിട്ടിയെങ്കിൽ പിന്നെ നല്ലത് കോളേജിൽ ചേരുന്ന സമയത്ത് അപ്പൊ ആടന്നെയാണ് ഇപ്പൊ കിട്ടിയതൊക്കെ. ആണല്ലേ, മാഷാ അല്ലാഹ്. ഓക്കെ, അപ്പം ഇങ്ങനെ ACCA CMA പോലെയുള്ള കോഴ്സ് ഒക്കെ എടുക്കുന്ന സ്റ്റുഡൻസ് പിന്നെ ഭയങ്കര ഈസി ആയിട്ട് അവർക്ക് എന്തായാലും പഠിച്ചു തീർക്കാൻ പറ്റുമെന്നില്ല, കുറച്ച് സ്ട്രഗിൾ എന്തായാലും പഠിക്കുന്ന സമയത്തെല്ലാം ഞാൻ അവളെ കണ്ടില്ല, ഉറങ്ങലില്ല, അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ട് പഠിച്ചിട്ടുണ്ടാവുള്ളൂ. അല്ല, അവർക്ക് അത് ഇഷ്ടമുണ്ടെങ്കിൽ അത് തന്നെ നല്ല പഠിക്കല്.
മക്കൾക്ക് അത് ഇഷ്ടമുണ്ടെങ്കിൽ അതിലേക്ക് തന്നെ പഠിക്കല്, അത് പഠിക്കാൻ നമ്മ അതിനുള്ള പ്രോത്സാഹനം കൊടുക്കല്. അപ്പൊ അവർക്ക് ഇഷ്ടമുണ്ടെങ്കിലേക്കല്ലേ നമ്മക്ക് അവർക്ക് ബേസിസേ പഠിക്കണം എന്നുണ്ടെങ്കിൽ അതിലേക്ക് നമ്മ അവരെ പ്രോത്സാഹിപ്പിക്കാം. പഠിക്കുന്ന സമയത്ത് ഞാനെല്ലാം അവളോട് തന്നെ ടഫുള്ള സമയത്തെല്ലാം അവള് പറയും കൊറേ പഠിക്കാനുണ്ട്, കഴിയുന്നില്ല പറയും. ഞാൻ പറഞ്ഞു മുന്നേ പഠിച്ചേക്ക്, ആ പരീക്ഷ ആ സമയത്ത് പഠിക്കണ്ട, മുന്നേ നേരത്തെ പഠിക്കാൻ തുടങ്ങുന്നെല്ലാം പറയും. ടീച്ചേഴ്സ് നല്ല ടീച്ചേഴ്സ് പറയലുണ്ട് എപ്പോഴും, ക്ലാസ് എടുക്കുമ്പോ എല്ലാം പറയും, ഞങ്ങൾക്കൊക്കെ കാണിക്കുകയും ചെയ്യും ക്ലാസ് എല്ലാം. ഉമ്മ കേട്ടിരിക്കാറുണ്ടോ? എടുക്കും ഞാൻ കുറച്ച് സമയം. പഠിക്കാൻ കഴിയുന്ന കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കണം, പഠിക്കാൻ കഴിയാത്ത ആള് പിന്നെ എന്താക്കുന്ന, ഒരാൾക്ക് പഠിക്കാൻ കഴിവുണ്ടാകുന്നില്ലല്ലോ. ഇപ്പൊ എല്ലാവർക്കും പഠിക്കാൻ കഴിയുന്നു, മുന്നത്തെ പോലെ അല്ലല്ലോ. മുന്നേ പിന്നെ ആരും അങ്ങനെ പഠിക്കാൻ അങ്ങനെ അയക്കലില്ല, അധികം കല്യാണം കഴിച്ചിട്ട് അയച്ചു. ഇപ്പൊ അങ്ങനെ ആരും അങ്ങനെ കല്യാണം കഴിച്ചിട്ട് അയക്കുന്ന, എല്ലാരും പഠിക്കാൻ ഏടെ നോക്കിയാൽ എല്ലാവരും പഠിക്കുന്നു ഇപ്പൊ.